യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് വൊളോഡിമോർ സെലൻസ്കി വിട്ടുവീഴ്ച ചെയ്യണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡോൺബാസ് റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും, ക്രിമിയ തിരികെ കിട്ടില്ല, നാറ്റോ അംഗത്വം എന്ന മോഹം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ്. വൈറ്റ് ഹൗസിൽ നടക്കാനിരിക്കുന്ന ഉന്നതതല യോഗത്തിന് മുന്നോടിയായാണ് ട്രംപ് അജണ്ട വ്യക്തമാക്കിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചില വിഷയങ്ങളിൽ ഇനിയും ധാരണയിലെത്താനുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. റഷ്യ വൻ ശക്തിയാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ അനുനയ ചർച്ചകൾ തുടരണമെന്ന നിലപാടെടുത്ത ട്രംപ് ഡൊണറ്റ്സ്ക് ഉൾപ്പെടുന്ന ഡോൺബാസ് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈന് സമ്മർദ്ദം ചെലുത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇത് സൂചിപ്പിക്കുന്നതാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ വാക്കുകളും. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ സെലൻസ്കിക്ക് യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ പോരാട്ടം തുടരാമെന്ന് ട്രംപ് പറയുന്നു. നാറ്റോ അംഗത്വം എന്ന മോഹം യുക്രൈൻ ഉപേക്ഷിക്കണമെന്നും 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ തിരിച്ചുപിടിക്കാമെന്ന് ഒരു കാലത്തും പ്രതീക്ഷിക്കേണ്ടെന്നുമാണ് ട്രംപിന്റെ പോസ്റ്റ്. എന്നാൽ സമാധാന ചർച്ചകൾക്ക് മുൻപ് വെടിനിർത്തൽ വേണമെന്നാണ് യുക്രൈന്റെ നിലപാട്. യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള വിട്ടുവീഴ്ച അംഗീകരിക്കാനാകില്ല എന്ന് സെലൻസ്കി ഇന്നലെയും ആവർത്തിച്ചു. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെയാണ് യൂറോപ്യൻ യൂണിയൻ നേതൃത്വം ചർച്ചകളെ സമീപിക്കുന്നത്. സെലൻസ്കിയും ട്രംപും ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതിനു പുറമെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുറ്റെ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോൺ ഡെർ ലൈൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചയും അജണ്ടയിലുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെറ്റ്സ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റൂബ് എന്നിവരും സമ്മേളനത്തിന്റെ ഭാഗമാകും. യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പിന്തുണ യുക്രൈൻ ഉണ്ടെന്നുള്ള വ്യക്തമായ സന്ദേശമായിരിക്കും ചർച്ചകളിലെ നേതാക്കളുടെ സാന്നിധ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.